ഹായ് ഫ്രണ്ട്സ്, ഫോക്കസ് മൈക്രോ ടിപ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിപ്രസാദ്. എല്ലാവരും മാത്തമാറ്റിക്സ് പരീക്ഷയുടെ പ്രിപ്പറേഷനിലാണെന്നറിയാം. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പിനായി കുറച്ച് ഹോട്ട് ടോപ്പിക്സും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് സ്ഥിരം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം നമുക്ക് തന്നിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെടുത്തി 1, 2, 3 ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ തന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം, അതായത് ബീജഗണിത രൂപം നമുക്ക് 5n+3 ആണ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനില്ല, കണ്ണു അടച്ചുകൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾജിബ്രായിക് ഫോമില് ആ n എന്ന് പറയുന്ന സംഖ്യയോട് തൊട്ട് അടുത്ത് നിൽക്കുന്ന സംഖ്യ, അതായത് തൊട്ട് ഇടതുവശത്ത് നിൽക്കുന്ന സംഖ്യ, അതായിരിക്കും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അനുസരിച്ച് 5n+3 n തൊട്ട് ഇടതുവശത്ത് നിൽക്കുന്ന സംഖ്യ 5 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് 5 എന്ന് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് യാതൊരു കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ആൻസറിലെത്താൻ നോക്കാം. ഇതുപോലെ ഒരു ഓൾജിബ്രായിക് ഫോം തന്നിട്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആകെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ഓൾജിബ്രായിക് ഫോമിലെ n അങ്ങ് മാറ്റി നിർത്തി ബാക്കിയുള്ള ഭാഗം അതുപോലെ എഴുതുക. n മാറ്റി നിർത്തിയാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റുന്നത് 5+3 എന്ന് എഴുതാം. ഈ 5+3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ടേം 5+3യുടെ ആൻസർ എന്തായിരിക്കും? 8 എന്ന് നമുക്ക് കിട്ടാം. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് സ്ഥിരമായിട്ടും ഓൾജിബ്രായിക് ഫോമുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഭാഗം തന്നെയാണ് 15ാമത്തെ ടേം, 15th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 15th ടേം കണ്ടുപിടിക്കാൻ ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ടേം കണ്ടുപിടിക്കാൻ ആകെ ചെയ്യേണ്ടത് ആ n വരുന്ന ഭാഗത്ത് ഏത് ടേമാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 15ാമത്തെ ടേം x15 എന്ന് പറയുന്നത് ആ n വരുന്ന ടേമിന്റെ n വരുന്ന സ്ഥാനത്ത് 5 ഇൻറ്റു n-നോടൊപ്പം എത്ര ചേർത്താൽ മതി? n-ന് പകരം 15 എന്ന് കൊടുക്കുക, ബാക്കിയുള്ളത് 3 അതുപോലെ എഴുതുക, +3. അതിന് നമുക്ക് ആദ്യം അറിയാം, കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇൻറ്റുവും പ്ലസും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് തന്നെ ചെയ്യണം? ഇൻറ്റു തന്നെ ചെയ്യണം. അപ്പം 15 × 5 നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 75 എന്ന് കിട്ടുന്നു. ആ 75നോട് എത്ര ആഡ് ചെയ്താൽ മതി? 3 ആഡ് ചെയ്താൽ മതി. അപ്പൊ 75നോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? ആൻസർ 78. അങ്ങനെ വളരെ സിമ്പിളായിട്ട് അധികം കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ ഈ ഓൾജിബ്രായിക് ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിൽ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ n-നോട് തൊട്ട് ഇടതുവശത്ത് നിൽക്കുന്ന സംഖ്യ എന്താണോ അത് എഴുതുക. ഇവിടെ നമുക്കത് 5 ആണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ആ ഓൾജിബ്രായിക് ഫോമിൽ നിന്ന് n-നെ നമ്മൾ ഒഴിവാക്കുക, ബാക്കിയുള്ള ഭാഗം അതുപോലെ എഴുതുമ്പോൾ 5+3 ആണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. അത് നമുക്ക് 8 ആണെന്ന് കിട്ടും. 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഓൾജിബ്രായിക് ഫോമിൽ n വരുന്നിടത്ത് നമ്മൾ 15 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 5 × 15 +3, 5 × 15 75 ആണെന്നറിയാം, +3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ന് കിട്ടുന്നു? 78 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അധിക സമയ ചെലവില്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സർക്കിൾ എന്ന് പറയുന്നത്, വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന, ഇത്തവണ കഴിഞ്ഞ മോഡൽ എക്സാമിന്, നിങ്ങളുടെ 2024 മോഡൽ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ സർക്കിൾ ഒരു ആംഗിൾ, പിന്നെ അവിടെ ഒരു ആംഗിൾ AQB എന്ന് പറയുന്ന ആംഗിൾ 110 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 2 പാർട്ടുകളിലായിട്ട് 2 ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. APB എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. APB എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ ഈ പിക്ചറിൽ മാർക്ക് ചെയ്തത് ഈ ടോപ്പിൽ വരുന്ന ആംഗിളാണ് APB എന്ന് പറയുന്ന ആംഗിൾ. ടോപ്പിൽ വരുന്ന ആംഗിളാണ് APB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ APB എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ AOB എന്ന് പറയുന്ന ആംഗിൾ നമ്മൾക്ക് അവിടെ സെന്ററിൽ വരുന്നതാണ്. നമ്മുടെ ആ സർക്കിളിന്റെ O എന്ന് പറയുന്ന സെന്ററിൽ വരുന്ന ആംഗിളാണ് AOB എന്ന് പറയുന്നത്. ആ AOB എന്ന് പറയുന്ന ആംഗിളും എങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആ APB എന്ന് പറയുന്ന ആംഗിൾ ഇപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. APB എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം
ഇവിടെ ഇപ്പൊ നമുക്ക് എ പി ബി എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് എ പി ബി എന്ന് പറയുന്നത്. അപ്പൊ എ പി ബി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈ നമ്മുടെ എ ക്യു ബി എന്ന് പറയുന്ന ഈ ആർക്ക് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, താഴെയുള്ള സർക്കിളിന്റെ ആർക്ക് പരിഗണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സർക്കിളിന്റെ ലാർജർ പാർട്ട്, വലിയ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എ പി ബി എന്ന് പറയുന്ന ആംഗിൾ. പക്ഷേ അതേ ആർക്ക് തന്നെ നമ്മുടെ സർക്കിളിന്റെ സെയിം പാർട്ട്, അതേ ആർക്കിന്റെ പാർട്ടിൽ തന്നെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 110 ഡിഗ്രി, 110 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ലാർജർ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിളും നമ്മുടെ സെയിം പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അവ സപ്ലിമെന്ററി, അനുപൂരകമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിലെ ആംഗിൾ 110 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേളത്തെ പാർട്ടിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് 110 മൈനസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ടും 180 നിന്ന് 110 മൈനസ് ചെയ്ത് നമ്മുടെ എ പി ബി എന്ന് പറയുന്ന ആംഗിള് 180 നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ 70 ഡിഗ്രി എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് സെന്ററിൽ വരുന്ന ആംഗിൾ. നമുക്കറിയാം ഇതുപോലെ തന്നെ ലാർജർ പാർട്ടിലുള്ള ആംഗിളും അതുപോലെ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് സർക്കിളിൽ. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? സെൻട്രൽ ആംഗിളിൽ വരുന്ന ആംഗിൾ എന്താണോ അതിന്റെ നേരെ ഡബിൾ എവിടെ വരണം? ലാർജർ പാർട്ട് അല്ലെങ്കിൽ വലിയ ഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ എതിരെ വരുന്ന ഭാഗത്തുള്ള ആംഗിൾ വരണം. പക്ഷെ ഇപ്പൊ നമുക്ക് ലാർജർ പാർട്ടിൽ ഓപ്പോസിറ്റ് ആയിട്ട് എതിരെ വരുന്ന ആംഗിൾ നമുക്ക് അറിയാം 70 ഡിഗ്രി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ തിരിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? ലാർജർ പാർട്ടിലെ ആംഗിൾ എന്താണോ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കണം സെന്ററിൽ വരേണ്ടത്. അപ്പൊ നമുക്ക് ഈ സെന്ററിൽ വരുന്ന ആംഗിളിന്റെ മെഷർ എങ്ങനെ പറയാൻ പറ്റും? 70. നമുക്ക് ലാർജർ പാർട്ടിൽ കിട്ടിയ 70യുടെ ഡബിൾ കിട്ടണം. 70യുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച റിസൾട്ടുകൾ വെച്ചുകൊണ്ട് യാതൊരു കാൽക്കുലേഷൻ ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ എക്സാമിനും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ജോമെട്രി പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ എല്ലാ സൈഡുകളുടെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് എന്ത് വരച്ചിട്ടുണ്ട്? വേറെ ഒരു കോഡിലാഡറിൽ അവർ വരച്ചിട്ടുണ്ട്. മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വേറൊരു കോഡിലാഡറിൽ വരച്ചിട്ടുണ്ട്. നമ്മുടെ ആ കോഡിലാഡറിന്റെ ഒഴികെ നമ്മുടെ വലിയ സ്ക്വയറിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അവരെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഈ പിക്ചറിനകത്ത് നമ്മളൊരു ഡോട്ട്, നമ്മൾ ഈ പിക്ചർ നോക്കാതെ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, സാധ്യത കണ്ടുപിടിക്കുക. അതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആകെ ഇതിൽ ചെയ്യേണ്ടത് നമ്മൾ ആ അകത്തുള്ള കോഡിലാഡറിന്റെ 2 ഡയഗണൽസ് വരയ്ക്കുക. 2 ഡയഗണൽസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ 2 ഡയഗണൽസ് അതിന്റെ വരയ്ക്കാൻ പറ്റും. ആ 2 ഡയഗണൽസ് വരച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ മൊത്തം പിക്ചറിനെ ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. എത്ര പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെ എണ്ണി നോക്കി. ഇവിടെ 1, നമുക്ക് താഴെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 2, ഇവിടെ 3 നമ്പർ കൊടുക്കുക, ഇവിടെ 4, താഴോട്ട് വരികയാണെങ്കിൽ ഇത് 5 പാർട്ട്, 5ാമത്തെ പാർട്ട്, ഇത് 6ാമത്തെ പാർട്ട്, ഇത് 7ാമത്തെ പാർട്ട്, ഇത് 8ാമത്തെ പാർട്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 8 പാർട്ടുകളായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ 8 പാർട്ടുകളായിട്ട് ഈക്വൽ പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആകെ എത്ര പാർട്ടുകളുണ്ടെന്ന് നമ്മൾ എഴുതുക. ആകെ എത്ര പാർട്ടുകളാണ് ഇതിനകത്തുള്ളത്? ആകെ 8 പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ നമുക്ക് ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റിയെ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കുക. നമ്മളിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. മൊത്തം പാർട്ടുകൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഷെയ്ഡ് ചെയ്ത പാർട്ട് 1, 2, 3, 4 അങ്ങനെ 4 കോർണറുകളായിട്ടാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം. അങ്ങനെ 4 പാർട്ടുകളിൽ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള നമ്പർ എത്രയായിട്ട് കൊടുക്കുക? 4 എന്ന് കൊടുക്കുക. ഇത് നമ്മൾ സിംപ്ലിഫൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. നമുക്കറിയാം 4 ഉം 8 ഉം 2 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4ൽ 4 ഒരു തവണ നമുക്ക് കിട്ടുന്നു. അപ്പൊ 1 എന്ന് വരുന്നു. 8ൽ 4 2 ടൈംസ് ഉള്ളതുകൊണ്ട് താഴത്തെ ആൻസർ. അങ്ങനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി എത്രയാണെന്ന് കിട്ടുന്നു? 1/2 ആണെന്ന് കിട്ടുന്നു. യാതൊരു കാൽക്കുലേഷനും ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ലോജിക്ക് ആലോചിക്കുക. എപ്പോഴും നമ്മൾ ഇതുപോലെ ജോമെട്രി പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഏരിയയിലോട്ടൊന്നും പോകാതെ തന്നെ ഇതുപോലെ ഈക്വൽ പാർട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് എടുക്കാൻ പറ്റുമോ നോക്കുക. ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ എടുക്കാൻ പറ്റിയാൽ ഈസി ആയിട്ട് നമുക്ക് ആ എണ്ണം കൊണ്ട് തന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. സ്ഥിരം നമ്മുടെ സാധ്യതകളുടെ ഗണിതം, സ്ഥിരം നമ്മുടെ സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കും. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ഇതുമാതിരി
കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാം 2023 SSLC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ തന്നിട്ടുള്ള ഒരു ജോമെട്രിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴും ആംഗിൾ വെച്ച് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ആംഗിളുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഫുൾ സർക്കിൾ ഉണ്ട്. അതിൽ ഒരു സെക്ടർ അവർ കാണിച്ചിട്ടുണ്ട്. ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വൈറ്റ് പോർഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ടറാണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ നമുക്ക് 120 ഡിഗ്രി 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിക്ചറിലേക്ക് നമ്മൾ നോക്കുന്നില്ല. നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരാൻ ഒരു ഡോട്ട് മാർക്ക് ചെയ്താൽ, പിക്ചറിലേക്ക് നമ്മൾ നോക്കാതെ ഇതിനകത്തൊരു ഡോട്ട് മാർക്ക് ചെയ്താൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി എന്താണ്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്ത ആദ്യം പറഞ്ഞിരിക്കുന്ന എ പാർട്ട് പറയുന്നത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി. ഓൾറെഡി നമുക്ക് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ആംഗിൾ വെച്ച് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കിളിന്റെ സെന്ററിൽ വരുന്ന ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ റിസൾട്ട് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് 360 ആണ് എടുക്കേണ്ടത്. നമ്മൾ 360 എടുക്കുന്നു. അതിൽ നമുക്ക് എന്താണ്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്, 120 ഡിഗ്രിയാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഡോട്ട് വരാൻ ടോട്ടൽ ആംഗിളിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രിയാണ്. അപ്പൊ അവിടെ എത്ര കൊടുക്കുക, 120 എന്ന് കൊടുക്കുക. നമുക്കറിയാം സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12, 36 നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന നമ്പേഴ്സ് ആണ്. 2 12ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് 12 കൊണ്ട് കട്ട് ചെയ്യാം. 12 12 ഒരു തവണ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. 36 നോക്കിയാൽ 12 3 തവണ എന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ആൻസർ 1/3. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി എത്രയാണ്, 1/3 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ അടുത്ത് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് പാർട്ടുകളായി ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. പാർട്ടുകളായി ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കിയാൽ ഇതിന് നമുക്ക് നോക്കിയാൽ 120 ഒരു ആംഗിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം 360യെ നമുക്ക് 120 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള 3 പാർട്ടുകളായിട്ട് ഈ മാതിരി ഈക്വൽ ആയിട്ടുള്ള 3 പാർട്ടുകളായിട്ട് ഈ ഫുൾ സർക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെന്ററിൽ വരുന്ന എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി വെച്ച് തന്നെ വരുന്നു, 120 ഡിഗ്രി വെച്ച് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈക്വൽ പാർട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഷെയ്ഡ് ചെയ്ത 2 പാർട്ടുകളിലെ ആംഗിൾ സെൻട്രൽ ആംഗിൾ നോക്കിയാൽ 120 ആണ്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തുള്ള പാർട്ടിലെ സെൻട്രൽ ആംഗിൾ നോക്കിയാൽ 120 ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 3 ഭാഗത്തെയും ആംഗിൾസ് എന്ന് പറഞ്ഞ 120 വന്നു കഴിയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള പാർട്ടുകളായിട്ടാണ് ഡിവിഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള പ്രോബബിലിറ്റി ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ 3 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ കേസ് ആയിട്ട് 3 എടുക്കാം. അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസ് എന്താണ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടിൽ ഷെയ്ഡ് വന്നിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ 3 ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ എത്ര പാർട്ടിൽ വന്നിട്ടുണ്ട്, 2 പാർട്ടിൽ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര കൊടുക്കാം, നമുക്ക് 2 എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. 2 പാർട്ടിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ഏതിന്റെ, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബബിലിറ്റി 2/3 ആണെന്ന് കിട്ടും. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ, അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നിയാലും അതിലെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങളത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോഴും വരുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിൽ കൂടിയും 3 ശീർഷങ്ങളിൽ കൂടിയും പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൽ എന്താണ്, സർക്കം സർക്കിൾ അഥവാ പരിവൃത്തം തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് BC എന്ന് പറയുന്ന സൈഡ് 10 സെന്റിമീറ്റർ എന്നും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കുക, ഡയമീറ്റർ കണ്ടുപിടിക്കുക. കൂട്ടുകാർ ഇതുപോലെ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് ചോദിച്ചാൽ വേറെ അധികം കാൽക്കുലേഷൻ ഒന്നുമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സർക്കിളിന്റെ ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഡബിൾ ആണല്ലോ. അപ്പൊ 2r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേറൊന്നും ചെയ്യേണ്ട,
ആകെ ചെയ്യേണ്ടത് അവർ തന്നിരിക്കുന്ന സൈഡ് എടുക്കുക. സൈഡ് എത്രയാണ്? 10 തന്നെ തന്നിരിക്കുന്നത്. ആ 10 ന്യൂമറേറ്ററിൽ അങ്ങ് എഴുതുക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ കൊടുക്കേണ്ട 10ന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആംഗിൾ കണ്ടോ? 30 അല്ലേ? ആ 30 എന്ന് പറയുന്ന ആംഗിളിന്റെ എന്ത് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? സൈൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് 10 എന്ത് ചെയ്താൽ മതി? സൈൻ 30 ഈക്വൽ ടു 10 നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അതുപോലെ എഴുതാം. സൈൻ 30 നമുക്ക് ടേബിൾ വാല്യൂസ് നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഇവിടെ സൈഡിൽ ഞാൻ റൈറ്റ് ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ആംഗിൾസ് 30, 60, 90 ആണ്. അപ്പൊ 30, 60 അതുപോലെ 90 ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവയുടെ സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കും? 1:√3 എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് വെച്ച് നമ്മൾ നോക്കിയാൽ 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് 1 കൊടുക്കാം, 60ക്ക് ഓപ്പോസിറ്റ് സൈഡ് √3 കൊടുക്കാം, 90ക്ക് ഓപ്പോസിറ്റ് സൈഡ് 2 കൊടുക്കാം. ഇപ്പൊ നമുക്കറിയാം സൈൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സൈൻ 30 നമുക്ക് വേണ്ട. അപ്പൊ 30 എന്ന് പറയുന്ന ആംഗിൾ നോക്കുക. ആംഗിളിന്റെ സൈൻ വാല്യൂ അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്ന ട്രിഗണോമെട്രി റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം എന്നാണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് ആരുണ്ട്? 1 ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ആദ്യം 1 എഴുതാം. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് അല്ലേ എപ്പോഴും? അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എത്രയാണ്? 2 ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 2 എന്ത് ചെയ്യുക? നമുക്ക് ഈ 1ന്റെ ഡിനോമിനേറ്ററിൽ കൊടുക്കാം. അപ്പൊ 2 1/2. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 10നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10നെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ, അതായത് ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ അതിന്റെ ഡിനോമിനേറ്റർ നമുക്ക് എവിടെ എഴുതിയാൽ മതി? ന്യൂമറേറ്ററിൽ ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ആൻസർ എന്തായിട്ട് മാറും? 10 ഇൻറ്റു എന്തെന്ന് എഴുതാം? താഴെ ഡിനോമിനേറ്ററിൽ നിൽക്കുന്ന 2വിനെ നമുക്ക് മേളിൽ എഴുതുമ്പോൾ 10 ഇൻറ്റു 2 എന്ന് വരും. ഡിവൈഡർ ബൈ 1 വരുന്നുള്ളൂ, അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. 10 ഇൻറ്റു 2 ആൻസർ എത്ര എന്ത് കിട്ടുന്നു? 20 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ നോക്കിയാൽ എത്രയും നമുക്ക് എഴുതാൻ പറ്റും? 20 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. വളരെ സിമ്പിളാണ്. എപ്പോഴും ഇതുപോലൊരു ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഒന്നുകിൽ റേഡിയസോ അല്ലെങ്കിൽ ഡയമീറ്ററോ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയമീറ്റർ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാണ്, ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതൊന്ന് കമന്റ് ചെയ്തേക്കുക. കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ചെയ്തേക്കുക. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് അധികം കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് വെച്ച് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാരിത് സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ആൻസർ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എടുത്തിട്ട് അതിന് ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. നമ്മുടെ ചോദ്യം അങ്ങനെയുള്ള എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ള, അതായത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒരു സീക്വൻസ് നമ്മൾ എഴുതിയിട്ട് ആ സീക്വൻസിൽ എന്ത് ചെയ്താൽ മതി? എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം ആദ്യം ഞാൻ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സീക്വൻസ് ഒന്ന് എഴുതാം. നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്നത് എവിടെയാണ്? 10ലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വരുന്ന 2 ഡിജിറ്റ് നമ്പർ 11 ആണ്. അത് കഴിഞ്ഞ് 12, അത് കഴിഞ്ഞ് 13 വരുന്നു, അത് കഴിഞ്ഞ് 14, അത് കഴിഞ്ഞ് 15, അങ്ങനെ പോയിട്ട് നമുക്ക് ഏത് വരെയുണ്ട്? 98,99 വരെയാണ് നമ്മുടെ എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം നമുക്ക് വേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അതെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം 10 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ആരാണ്? 12 ആണ്. അപ്പൊ നമുക്ക് വേണ്ടതിൽ ആദ്യത്തെ നമ്പർ ആരാണ്? 12 ആണ്. അത് കഴിഞ്ഞുള്ള 3യുടെ മൾട്ടിപ്പിൾ ആരാണ്? 15 ആണ്. അത് കണ്ടുപിടിക്കുക ഇനി ബുദ്ധിമുട്ടില്ല. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ 3 ആഡ് ചെയ്തങ്ങ് പോയാൽ മതി. അപ്പൊ അടുത്ത നമ്പർ എത്രയായിരിക്കും? 15 ആയിരിക്കും. അപ്പൊ അടുത്ത നമ്പർ നമുക്ക് വേണ്ട നമ്പർ 15. അങ്ങനെ പോയിട്ട് നമുക്ക് കിട്ടുന്ന അവസാനത്തെ നമ്പർ ഏതാ? അവസാനത്തെ 2 ഡിജിറ്റ് നമ്പർ 99 ആണ്. അത് ഓൾറെഡി ആരുടെ മൾട്ടിപ്പിൾ ആണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് വേണ്ട അവസാനത്തെ നമ്പർ ആര് തന്നെയാണ്? 99 തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ സീക്വൻസിൽ ഇപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് വേണ്ടത് ഈ സീക്വൻസിന്റെ പ്രത്യേകത ഇതിലെ ടേംസുകളെല്ലാം
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ടേംസ് ആണ്. അപ്പൊ അതിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു ഇക്വേഷൻ, നമ്മൾ എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ടേംസിന്റെ എണ്ണം കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ടേംസ് എന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടിയ സീക്വൻസിലെ അവസാനത്തെ ടേമിനെ സാധാരണ നമ്മൾ എക്സ് എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം അതിനെ അങ്ങ് മൈനസ് ചെയ്യുക, എക്സ് കൊണ്ട് മൈനസ് ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തെ സീക്വൻസിന്റെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസറിനോട് എത്ര ആഡ് ചെയ്യുക, 1 ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇനി ഈ സീക്വൻസ് നോക്കി നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തെ ടേം x1 സീക്വൻസിൽ വ്യക്തമായിട്ട് നമുക്കുണ്ട്. ഒന്നാമത്തെ ടേം ആരാണ്, 12 ആണ്. അപ്പൊ നമ്മൾ x1 ആയിട്ട് ആരെ കൊടുക്കുന്നു, 12 എന്ന് കൊടുക്കുന്നു. ഇനി അവസാനത്തെ ടേം xn ആണ്. അത് നമുക്ക് ഓൾറെഡി ഈ സീക്വൻസിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അവസാനത്തെ ടേം എന്താണ്, 99 ആണ്. ഇനി സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കൂടി d നമുക്കറിയാം. d എത്രയാണ് നമുക്കറിയാം, എത്ര വെച്ചാൽ കൂടി പോകുന്നത്, 3 വെച്ചല്ലേ കൂടി പോകുന്നത് അല്ലെ. 12 3 കൂട്ടുമ്പോഴല്ലേ 15 കിട്ടുന്നത്. അപ്പൊ അങ്ങനെ 3 വെച്ച് ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് തന്നെ ടേംസ് 3 വെച്ചായിരിക്കും ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് എഴുതാം, 3 എന്ന് എഴുതാം. ഇനി ഇത് ഈ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുത്താൽ എന്ത് കിട്ടും, ഈക്വൽ ടു നമുക്ക് നമ്പർ ഓഫ് ടേംസ് n ഈക്വൽ ടു എന്ന് പറയാം. ആദ്യം ലാസ്റ്റ് ടൈം എത്രയാണ്, 99 കിട്ടി. അപ്പൊ നമ്മൾ 99 കൊടുത്തു, മൈനസ് ഫസ്റ്റ് ടൈം എത്ര കിട്ടി, 12 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ 12 കൊടുത്തു, ഡിവൈഡർ ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്, 3 ആണ്. ഈക്വൽ പ്ലസ് എന്തുകൂടെ കൊടുക്കണം, 1 കൂടെ കൊടുക്കണം. അപ്പൊ ഈക്വൽ ടു എന്ത് വരുവാ, 99 മൈനസ് 12 ചെയ്താൽ എത്ര കിട്ടൂടാ, 87 എന്നേടാ. അപ്പൊ നമ്മൾ 87 കൊടുക്കുന്നു. 87 ഡിവൈഡർ ബൈ എത്ര ചെയ്യുക, 3 ചെയ്യുക. പ്ലസ് എത്രയാണ്, 1 ചെയ്താൽ മതി. 87 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എത്ര കിട്ടും, 8 എന്ന് പറഞ്ഞാൽ 8നകത്ത് 3 എത്ര ടൈംസ് എടുക്കാം, നമുക്ക് 2 ടൈംസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. 2 ടൈംസ് എടുക്കാം, നമ്മൾ 6 വരെ എത്തി. ബാലൻസ് ഒരു 2 ഉണ്ടല്ലോ, ആ 2ഉം തൊട്ടടുത്ത 7ഉം കൂടെ ചേർത്ത് എഴുതി എത്ര, 27. 27നകത്ത് 3 എത്ര ടൈംസ് വരും, 9 ടൈംസ് അല്ലേടാ. 9 into 3 അല്ലേടാ 27. അപ്പൊ 87 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 29 എന്ന് കിട്ടുന്നു. പ്ലസ് എന്തുകൂടെ ചെയ്താൽ മതി, 1 കൂടെ ചെയ്താൽ മതി. നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടുക, 30. എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ്, 30 നമ്പേഴ്സ് ഉണ്ടെന്നാണ്. വളരെ ചെറിയൊരു ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആ സീക്വൻസ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കി പഠിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ കുട്ടികൾക്കും ആൻസേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ